നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ, രത്ന, വാസ്തു, ഫാങ്ഷുയി സംബന്ധിച്ച ശാസ്ത്രീയമായ അറിവുകൾക്കും സംശയങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോജിയോമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ തത്സമയം വിളിക്കാം. ലൈനിൽ കിട്ടാത്ത പ്രേക്ഷകർക്ക് SMS വഴിയും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. SMS ചെയ്തതിനു മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം സാർ. ബുധനാഴ്ചയാണ്, നമുക്ക് ആരംഭിക്കാം. ഇന്ന് ബുധനാഴ്ച 1990 മേടമാസം 22-ാം തീയതി തൃക്കേട്ട നക്ഷത്രം. നാളെ 17 നാഴിക 5 വിനാഴിക വരെയുണ്ട്. അധികം ആൾക്കാർ മുൻകോപികളായിട്ടാണ് കണ്ടുവരുന്നത്. എന്നാൽ ചില ആദർശങ്ങളുടെ പേരിൽ പെട്ടെന്നുള്ള ക്ഷോഭത്തിന് വിധേയമായി സ്ഥലകാല സന്ദർഭബോധമില്ലാതെ സാഹസികമായി പ്രവർത്തിക്കുന്നവരും ഈ നക്ഷത്രക്കാരിലുണ്ട്. ഇക്കാരണത്താൽ ബന്ധുജനങ്ങളുടെ പോലും സഹതാപമോ ഇവർക്ക് ഒരിക്കലും ലഭിക്കാറില്ല. പ്രവൃത്തി രംഗങ്ങളിൽ പരാജിതരല്ല. എല്ലാ കാര്യത്തിലും വിജയശ്രീലാകുന്നവരും കൂടാണ്. ശനിദോഷം തുടരുന്നു. നമുക്ക് എന്തായാലും ഒരു ആദ്യമായി പ്രേക്ഷകയിലേക്ക് തന്നെ പോവാം. ഓക്കെ. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. പേര് പറയൂ. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. ഹലോ, ഞാൻ അബുദാബിന്നാണ് വിളിക്കുന്നത്. ശരി, പറയൂ. എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. പറഞ്ഞോളൂ. മോളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1981 മാർച്ച് 1-ാം തീയതി. ശരി, സമയവും സ്ഥലവും പറയൂ. സ്ഥലം തിരുവനന്തപുരം. സമയം രാവിലെ 11:20. എന്താണ് അറിയേണ്ടത്? മോളെ കുറിച്ച് ചോദിച്ചു. അവരുടെ ഭാവി, ജോലിയുടെ മൂല നക്ഷത്രമാണോ? അതെ അതെ അതെ. ഇപ്പൊ ജോലി ഉണ്ട്. പക്ഷെ അതുപോലെ പ്രമോഷൻ വല്ലതും കിട്ടുമോ? ശരി, ലൈനിൽ തുറന്നോളൂ. ഇപ്പോൾ ഈ മൂല നക്ഷത്രക്കാർക്കെല്ലാം ശനിയുടെ ദോഷമുള്ള കാലഘട്ടമാണ്. അത് സെപ്റ്റംബർ 2014 മുതലാണ് സെക്കൻഡ് നവംബർ 2014 മുതലാണ് തുടങ്ങിയത്. അതിപ്പം മാർച്ച് 2021 വരെ ശനിദോഷം തുടരുന്നതാണ്. അപ്പോൾ ഈ കാലഘട്ടം 21 വരെ ഏഴരശനി എന്ന് പറയും. അപ്പോൾ ഏഴരശനി 7 വർഷമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇതിനകത്ത് ആദ്യത്തെ 5 വർഷം കഴിഞ്ഞാൽ വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല. 5 വർഷം വരെ വളരെ മോശമായ സമയം തന്നെയാണ്, 2019 നവംബർ വരെ. അതിനുശേഷം മാത്രമേ ഒരു നല്ല സമയം പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ധനം തരേണ്ട വ്യാഴം ഇപ്പം അനുകൂലമായ സ്ഥാനത്തല്ല. അങ്ങനെ ഇപ്പം ഏറ്റവും നീചമായ ശനിയും ഏറ്റവും ശുഭമായ വ്യാഴവും അനുകൂല സ്ഥാനത്തല്ല. അതുകൊണ്ട് ഇപ്പോൾ ജോലിയിൽ നിന്നും ഒരു ഉയർച്ചയൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അതേസമയം ഭാവിയൊക്കെ വളരെ ശോഭനമാണ്. ഇതിനകത്ത് നല്ലൊരു യോഗമുണ്ട്, ഗജകേസരി യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. 1000 പൂർണ്ണചന്ദ്രനെ കാണത്തക്ക കാലത്തോളം രാജ്ഞി തുല്യം ജീവിക്കണമെന്നാണ്. ഇല്ല, ഇതിനകത്ത് വ്യാഴത്തിനെ കൊണ്ടാണ് ഈ യോഗം ഉണ്ടായിരിക്കുന്നത്, ഗജകേസരി യോഗം. അപ്പോൾ വ്യാഴം സന്താനകാരകനാണ്. അപ്പം ഈ ഏഴശനിക്കാലത്ത് ഇപ്പോൾ നമ്മൾ എല്ലാവർക്കും തന്നെ അപ്പോൾ സന്താനങ്ങളെ കൊണ്ടുള്ള ഒരു പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ അവരുടെ പഠിത്തത്തെ ബാധിക്കുന്ന കൊണ്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ വരുള്ളൂ. ദീർഘകാല അടിസ്ഥാനത്തിൽ സന്താനങ്ങളെ കൊണ്ട് നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകുക. ഓക്കെ. വാർത്തയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്കൊരു SMS പോകാം. ഓക്കെ. സന്ധ്യയാണ് SMS അയച്ചിരിക്കുന്നത്. സന്ധ്യ 2/2/1986 2/2/1986 8:40 AM പാലക്കാട്. സന്ധ്യ 2/2/1986 പാലക്കാടാണ് ജന്മം. 8:40 AM. ചോദ്യ നക്ഷത്രമാണ്. നക്ഷത്രം പറഞ്ഞിട്ടില്ല. ഓക്കെ. ചോദ്യ നക്ഷത്രമാണ്. എന്താ ജോബിനെ കുറിച്ചോ? ജോലി ലഭിക്കാനുള്ള സാധ്യത, അതുപോലെ ഫ്യൂച്ചർ. അപ്പോൾ ഇതിനകത്ത് ഏഴശനിയാണ്. അപ്പം സെപ്റ്റംബർ 2017 വരെ ഏഴശനിയുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ ജോലി കിട്ടാനൊക്കെ വളരെ പ്രയാസമാണ്. 10ാം ഭാവത്തിൽ ശനിയാണ് നിൽക്കുന്നത്, ചൊവ്വയാണ് നിൽക്കുന്നത്. ശനി നിൽക്കുന്നത് ചീത്തയും ചൊവ്വ നിൽക്കുന്നത് നല്ലതുമാണ്. പക്ഷെ അത് ഈ പ്രായത്തിൽ കിട്ടത്തില്ല. 42 വയസ്സിന് ശേഷമൊക്കെ അതിൻ്റെ ഗുണങ്ങൾ കിട്ടും. രുചകയോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്, അത് ഏറ്റവും നല്ലതാണ്. പക്ഷേ ഇപ്പം ഈ ഏഴശനി സെപ്റ്റംബർ 2017 വരെയുണ്ട്. അതിനുശേഷം പൊതുവെ നല്ല കാലങ്ങളാണ്. ജീവിതത്തിൽ അഭിവൃദ്ധിയും സാമ്പത്തികമായ നേട്ടങ്ങളും ജീവിതത്തിൽ ഉയർച്ചയും എല്ലാം ഉണ്ടാകുന്ന കാലഘട്ടമാണ്. പല സന്ധ്യയ്ക്കും മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. പേര് പറയും. ഹലോ,
നമസ്കാരം, പേര് പറഞ്ഞോളൂ. എന്റെ പേര് സുമി, ഞാൻ അലയിൽ നിന്ന് വിളിക്കുന്നു. പറഞ്ഞോളൂ. എന്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. പറഞ്ഞോളൂ. 25 January 2007 മോർണിംഗ് 9:30 എറണാകുളം. മോളുടെ ഭാവി. ശരി, ലൈനിൽ തുറന്നോളൂ. 25/1/2007. അശ്വതി നക്ഷത്രമാണോ? അതെ അതെ. ഇപ്പോൾ ഏതായാലും ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അഷ്ടമത്തെ ശനി എന്ന് പറയും. കൂടെയുള്ള ചില്ലറ ചെറിയ രീതിയിലുള്ള പനിയോ ചുമയോ ഇതുപോലത്തെ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അഷ്ടമത്തെ ശനി സെപ്റ്റംബർ 2017 വരെയുണ്ട്. അതിനുശേഷം പൊതുവെ വളരെ നല്ല സമയമാണ്. നല്ല ജാതകത്തിൽപ്പെടുത്താവുന്നതാണ്. നല്ല ബുധന് ബലക്കുറവുണ്ട്. അതിന് പരിഹാരം ചെയ്താൽ മതി. ബുധന് സൂര്യൻ്റെ കൂടാണ് നിൽക്കുന്നത്. അപ്പോൾ സൂര്യൻ്റെ കൂടെ നിൽക്കുന്ന ഗ്രഹങ്ങൾക്കെല്ലാം ബലക്കുറവുണ്ടാകും. മാത്രമല്ല ശനി ബാധിക്കുമ്പം വിദ്യയ്ക്ക് അലസത, മടി, മന്ദതയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടാണ്. അപ്പം പരിഹാരമായിട്ട് ഒരു 1 തൊട്ട് 2 വരെ ക്യാരറ്റ് മരതകം ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ ഈ സരസ്വതി ഘൃതം അല്ലെങ്കിൽ ബ്രഹ്മീഘൃതം ഇതേതെങ്കിലുമൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ബ്രഹ്മി കലർന്ന മരുന്ന് ഏതെങ്കിലും കഴിക്കുന്നതൊക്കെ ഓർമ്മശക്തിക്കൊക്കെ ഏറ്റവും നല്ലതാണ്. കൊച്ചുകുട്ടികൾക്ക് ഗ്രാസ്പിംഗ് പവർ കൂടാനും ഈ ബ്രഹ്മി ഏറ്റവും നല്ലതാണ്. ഭാവി നല്ല ജോലിയൊക്കെ കിട്ടും. കാരണം 10ാം ഭാവം കർമ്മഭാവത്തിൽ വ്യാഴമാണ് നിൽക്കുന്നത്. ധനപരമായിട്ടൊക്കെ ഒത്തിരി വീഴ്ച ഉണ്ടാകുന്ന ഒരു ജാതകം കൂടാണ്. ലക്കി നമ്പർ 7 വ്യാഴാഴ്ച. സുമിക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. സാധാരണ നമ്മൾ മുമ്പ് ജമ്മിനെ കുറിച്ചൊക്കെ പറഞ്ഞു, ജം തെറാപ്പി. ചില ജമ്മുകൾ ഈ മരുന്നായിട്ട് കഴിക്കുന്നതും ഈ പ്രവാള ഭസ്മം എന്നൊക്കെ പറയും. പ്രവാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ അത് ചുവപ്പ് പവിഴത്തിനാണ് പ്രവാളം എന്ന് പറയുന്നത്. അത് ആയുർവേദ മരുന്നുകളുടെ കൂടെ എന്താ പറയുക ഭസ്മമാക്കി കഴിക്കാറുണ്ട്. അത് പല രോഗങ്ങൾക്കും ഏറ്റവും നല്ലതാണ്. രക്തസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും അത് ഏറ്റവും അനുകൂലമാണ്. അതുപോലെ എല്ലിൻ്റെ ബലം കൂട്ടാൻ വേണ്ടി അത് ഏറ്റവും നല്ലതാണ്. പൊതുവേ ഈ റെഡ് കോർണർ പൊതുവെ ഈ സൺബേണിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ നല്ലതാണ്, വളരെ നല്ലതാണ്. സണ്ണുമായിട്ട് ബന്ധപ്പെട്ട് റൂബിയും അതുപോലെ തന്നെ. റൂബി അതുപോലെ ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതായത് ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം രോഗങ്ങളുണ്ടോ അതിനെല്ലാം റെഡ് കോറിൽ വളരെ നല്ലതാണ്. ഇപ്പം BP അതുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ, ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്ന സമയത്ത് ഒരു ബെൽറ്റ് കയ്യിൽ ധരിക്കാറുണ്ടായിരുന്നു. അത് ഒരു പണ്ട് കാലത്ത് കണ്ടിട്ടുണ്ട് ഒരു കല്ല്. അതെന്തായിരിക്കും? അത് കോപ്പറാണ്. കോപ്പറിന് ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ കഴിവുണ്ടെന്നാണ് അന്നത്തെ കാലത്ത് വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അധികം അത് ധരിക്കാറുണ്ട്. ഇപ്പം കണ്ടിട്ടില്ല. അതിൽ കൂടെ ഒരു കല്ലും സ്റ്റോണും കണ്ടിട്ടുണ്ട്. എന്ത് സ്റ്റോണാന്ന് പറഞ്ഞിട്ടുണ്ട്? പച്ച കളറാണ്. അപ്പോൾ പച്ച കളറിന് എപ്പോഴും പച്ച രശ്മി നമ്മുടെ ശരീരത്തിൽ വരുമ്പോഴത്തേക്ക് ബ്ലഡ് പ്രഷർ ഓട്ടോമാറ്റിക്കലി കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം നമുക്ക് തിരിച്ചു വരാം. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറയൂ. സജിത, എവിടുന്നാ വിളിക്കുന്നത്? പറഞ്ഞോളൂ. എന്റെ മോക്ക് വേണ്ടിയിട്ടാണ്. പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 11/3/1993. സമയം, സ്ഥലം? സമയം രാത്രി 8:55. സോറി 7:55. ജനിച്ച സ്ഥലം? 11/3/1993. 7:55 PM ട്രിവാൻഡ്രം. ചോദ്യ നക്ഷത്രമാണോ? എന്താണ് അറിയേണ്ടത്? ചോദിച്ചോളൂ. മോളുടെ വിവാഹം, ഭാവി, ജോലി ഒക്കെ അറിയണം.
ഇപ്പം മോടെ സമയം അത്ര നല്ലതല്ല, പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം പഠിത്തത്തിലൊക്കെ ഉത്സാഹം കുറയും, മടി അലസതയൊക്കെ ഉണ്ടാകും. ഏഴശനി കാലമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എപ്പോഴും ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഭാവി ഏറ്റവും ശോഭനമാണ്. കാരണം നല്ല വിവാഹ ജീവിതമായിരിക്കും. കാരണം ശുക്രൻ ദാമ്പത്യ ജീവിതത്തിൻ്റെ കാരകത്തുള്ള ശുക്രനെ കൊണ്ട് മാളവീയ യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ല ദാമ്പത്യ ജീവിതമായിരിക്കും. വിവാഹത്തിന് ശേഷം ഏറ്റവും ഉയർച്ച ഉണ്ടാകുന്ന ജാതകം കൂടാണ്. 26-ാമത്തെ വയസ്സിൽ ആണ് വിവാഹം കാണുന്നത്. അതെ, ഇപ്പോഴും നടക്കത്തില്ല. ഇപ്പോൾ 12 വയസ്സല്ലേ ആയുള്ളൂ? 22 വയസ്സായി. ഇപ്പോൾ ഒരു 3 വർഷം കൂടെ കഴിയണം. ഏഴശനിയുടെ കാലഘട്ടം കഴിഞ്ഞ് ഒരു 5 മാസം കൂടെ കഴിഞ്ഞാൽ മാത്രമേ വിവാഹത്തിൻ്റെ സമയമാകുന്നുള്ളൂ. ഓക്കെ. ശനിയുടെ കാലത്ത് എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളും താമസങ്ങളുമാണ്. ഇപ്പൊ ശനിയുടെ ഇപ്പൊ ജോലിയുണ്ടോ? അപ്പോൾ ഈ ഏഴശനി കാലത്തൊക്കെ എല്ലാ ജോലിയിലൊക്കെ ഉയർച്ചയൊക്കെ വലിയ താമസമാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ജോലിയിൽ ഉയർച്ചയായാലും ശരി, ഇൻക്രിമെൻ്റ് ഒക്കെ ആണെങ്കിലും ശരി, അത് താമസിക്കും. ഓക്കെ. അതിൽ സജിതയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ, രത്ന, വാസ്തു, ഫാങ്ഷോയി സംബന്ധിച്ച ശാസ്ത്രീയമായ ഏത് അറിവുകൾക്കും സംശയങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർക്കും താഴെ കാണുന്ന നമ്പറിൽ തത്സമയം വിളിക്കാവുന്നതാണ്. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറയൂ. പറഞ്ഞോളൂ. നവംബർ 2002. സമയം 2:55 ജനിച്ച സ്ഥലം പാലക്കാട്. എഡ്യൂക്കേഷനും ഫ്യൂച്ചറും അറിയാൻ വേണ്ടിയിട്ടാണ്. സമയം എപ്പോഴാണത്? അനിഴ നക്ഷത്രമാണോ? അതെ. ഈ 2:55 എന്ന് പറഞ്ഞാൽ എത്ര സമയം? 1 മണി ഉദിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക്. ഹലോ, ഉദയാൽപരം 1 മണിക്കൂർ 10 മിനിറ്റ് കഴിയുമ്പോൾ. അന്നത്തെ ഉദ്ദേശിച്ച സമയം കൂടെ അറിയണ്ടല്ലേ? അതിനകത്ത് കിട്ടുമല്ലോ. എന്താ ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഏഴശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അനിഴ നക്ഷത്രക്കാർക്കെല്ലാം തന്നെ ഏഴശനിയാണ്. അപ്പോൾ ഏഴശനി കാലത്ത് വിദ്യയ്ക്ക് തടസ്സങ്ങളും താമസങ്ങളും മടി, അലസത ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്താ ഭാഗ്യജാതകമാണോ? ഇപ്പോൾ ഏഴശനി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഏറ്റവും നല്ലതാണ്. കാരണം ഹംസയോഗം എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു യോഗമുണ്ട്. വ്യാഴം ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന ജാതകമാണ്. ശുക്രൻ എൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. അതിനെക്കൊണ്ടൊരു യോഗമുണ്ട്. അതിന് മാളവീയ യോഗം എന്ന് പറയും. പക്ഷേ അതേസമയത്ത് തന്നെ ഈ യോഗങ്ങളെല്ലാം ഈ വിദ്യയുടെ ഉന്നതി കൊണ്ടാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നീചത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ കൂടാണ് ബുധൻ നിൽക്കുന്നത്. അപ്പം ഇതിനൊരു മരതകം ധരിക്കുക. ബുധനാഴ്ചയൊക്കെ ഒരു 1 തൊട്ട് 2 വരെ കാറ്റ് മതി. ഇത് വിദ്യയ്ക്കും അതെ, ലക്കി സ്റ്റോണുമാണ്. രണ്ടുമാണ്. ഏറ്റവും നല്ലത് പച്ച കളറാണ്. ഏറ്റവും അനുകൂലമായ ദിവസം ബുധനാഴ്ചയാണ്. 6. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും ഈ ചോദിക്കേണ്ടി വരുന്നത്. ഹംസയോഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു യോഗവും മാളവീയം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു യോഗമുണ്ടെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഈ യോഗങ്ങളൊക്കെ തന്നെ വളരെ അപൂർവമായിട്ട് മാത്രം പലർക്കും ലഭിക്കുന്ന ഒരു യോഗമാണ്.
അതായത് ഈ ജാതകത്തിൽ വ്യാഴത്തിനെ കൊണ്ട് ഹംസയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴം ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്നതാണ്. വ്യാഴം ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാനം, സന്തോഷം ഇത് നാൾക്കുനാൾ ഉണ്ടാക്കുന്ന ഒരു യോഗമാണ്. അതുപോലെ ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ മാളവീയ യോഗത്തോട് നിന്ന് കഴിഞ്ഞാൽ വളരെ ആഡംബരപൂർണ്ണമായി ജീവിക്കണം, ദീർഘായുസ്, ഇതെല്ലാം ഉള്ള യോഗമാണ്. വിദ്യയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിന് പരിഹാരം ചെയ്യണം. കാരണം വിദ്യയുടെ അധിപനായ ബുധന് ബലമില്ല. ഈ പറഞ്ഞ വലിയ ഉന്നതമായ ജീവിതം നല്ലതെല്ലാം അത് വിദ്യ കൊണ്ട് തന്നെ ആയിരിക്കണം നിർബന്ധമില്ല. മരതകം ഇത് എന്നും ധരിക്കാവുന്നതാണ്. ഭാഗ്യരത്നമായതുകൊണ്ട് എന്നും ധരിക്കാം. ഒരു 1 തൊട്ട് 2 വരെയൊക്കെ ആണെങ്കിൽ ഒരു 30 വയസ്സ് വരെയൊക്കെ ധരിക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ കാരറ്റ്, അതിൻ്റെ വെയിറ്റ് കൂട്ടിയാൽ മതി. എന്തായാലും പ്രേക്ഷകർക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിശദമായ പരിശോധനയ്ക്ക് ആർ ബാബു നരേന്ദ്രയെ നേരിട്ട് വിളിച്ച് കൺസൾട്ടേഷൻ എടുക്കുന്നത് ഉചിതവുമായിരിക്കും. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറയൂ. ശബരി. പറഞ്ഞോളൂ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ശരി, പറയൂ. 360 സമയം രാത്രി 12 മുമ്പേ ആണോ? തീയതി ഒന്നും കൂടെ പറയൂ. തീയതി, മാസം. ഓക്കെ, മകരക്കൂർ. എന്താ അറിയണ്ടേ? ജോലിക്ക് കുറേ ട്രൈ ചെയ്യുന്നു. ഇപ്പം ശ്രമിച്ചാൽ ജോലി കിട്ടാനുള്ള ഒരു സമയമാണ്. ഇപ്പം കണ്ടശനി, ഏഴശനി, അങ്ങനത്തെ ശനിയുടെ ദോഷങ്ങളൊന്നുമില്ല. വ്യാഴം ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ്. അതെല്ലാം അനുകൂലമായ ഘടകങ്ങളാണ്. അപ്പം വ്യാഴം അനുകൂലമായ സ്ഥാനത്ത് നിൽക്കുമ്പം ധനത്തിൻ്റെ വരവുണ്ടാകണമെന്നാണ്. അപ്പോൾ ഇപ്പോൾ കാര്യമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ 2 മാസത്തിനും ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഫ്യൂച്ചറൊക്കെ വളരെ നല്ലതാണ്. ജനിച്ച സമയത്ത് തന്നെ സൂര്യൻ അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ജാതകമാണ്. ഈ കർമ്മത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ബുധനാണ്. ആ ബുധൻ നിൽക്കുന്നത് ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ കൂടാണ്. അതുകൊണ്ട് കർമ്മപുഷ്ടി ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് കർമ്മത്തിൻ്റെ ഒരു അഭിവൃദ്ധിക്ക് വേണ്ടി ഒരു മരതകം ധരിക്കുന്നത് നല്ലതാണ്. ഒരു 2 തൊട്ട് 3.5 കാറ്റ് വരെയുള്ള മരതകം വലത്തെ കയ്യിലെ ചെറിയ വിരലിൽ ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം ധരിക്കുക. ഇതിനകത്തങ്ങനെ പറയത്തക്ക യോഗങ്ങളൊന്നുമില്ല. പ്രേക്ഷകർക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിശദമായ പരിശോധനയ്ക്ക് ആർ ബാബു നരേന്ദ്രൻ നേരിട്ട് വിളിച്ച് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. വിളിച്ചതിൽ വളരെയധികം നന്ദി. സാധാരണ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ, ആൻറ്റി ഏജിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള രത്നങ്ങൾ, അത് മെയിനായിട്ട് മരതകം മാത്രമല്ല, എല്ലാ രത്നങ്ങൾക്കും ആ ഗുണമുണ്ട്. അപ്പം അനുയോജ്യമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം മരതകം അനുയോജ്യമല്ലാത്തവരൊക്കെ ധരിക്കാൻ പറ്റത്തില്ല. പക്ഷേ മറ്റ് അനുയോജ്യമായ രത്നം ധരിക്കുമ്പോൾ തന്നെ അത് ആൻറ്റി ഏജിങ് ആയിട്ട് അനുഭവപ്പെടാം. രക്തങ്ങൾ സ്റ്റെബിലൈസ് ആണോ ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ? നമ്മുടെ ഓറയിൽ അതിൻ്റെ രശ്മി കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രശ്മിക്കകത്താണ് നമ്മൾ ഇരിക്കുന്ന വസതി. ഓറ കണ്ടിട്ടില്ല? അപ്പോൾ ഓറയുടെ അകത്തായിട്ടാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ ഈ രത്നത്തിൽ കൂടെയുള്ള രശ്മിക്കുള്ളിലാണ് നമ്മൾ വസത്തിയിരിക്കുന്നത്. അതാണ് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ മാറ്റുന്നതും ആൻറ്റി ഏജിങ്ങും ചുളിവുകളൊക്കെ വരാതിരിക്കാനും ഒക്കെ കാരണം അതാണ് കാര്യം. അതുകൊണ്ടാണ് രത്നശാസ്ത്രം അനുസരിച്ച് നല്ല അനുയോജ്യമായ രത്നങ്ങൾ ധരിച്ച് കഴിയുമ്പോഴത്തേക്കും സ്കിന്നിൻ്റെ ഇതൊന്നും അറിയത്തില്ല, ചുളിവുകൾ വരത്തില്ല. അതുകൊണ്ടൊക്കെയാണ് ആൻറ്റി ഏജിങ് ആയിട്ട് അത് അനുഭവപ്പെടുന്നത്. നമുക്ക് തിരിച്ചു വരാം. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറയും. ശരി, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 13/7/1970. സമയം, സ്ഥലം? രാവിലെ 5:30 AM. സ്ഥലം പറയൂ. കൊട്ടാരക്കര. 13/7/1970, 5:30 AM, കൊട്ടാരക്കര. എന്താണ് അറിയേണ്ടത്? ചോദിച്ചോളൂ. ഹസ്ബൻഡ് ജോലിയെ കുറിച്ച് അറിയാനായിരുന്നു.
ഇപ്പോൾ ജോലിയുണ്ടോ? ഇപ്പം ജോലിയുണ്ട്, പക്ഷെ അതിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് തുടരെ മാറണോ അതോ അത് തന്നെ കണ്ടിന്യൂ ചെയ്യണോ എന്നറിയാൻ. ചോദ്യ നക്ഷത്രമല്ലേ? അതെ അതെ. ചോദ്യ നക്ഷത്രക്കാർക്ക് ഇപ്പം 5.5 വർഷമായിട്ട് ഏഴശനിയാണ്. അതാണ് പ്രധാന കാര്യം. അതിപ്പോൾ ജോലിയിൽ ഉയർച്ച ഉണ്ടാകാത്തതിൻ്റെയൊക്കെ ഒരു കാര്യം ശനി എല്ലാ കാര്യത്തിലും തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാക്കുന്നതാണ്. ഈ ആളിൻ്റെ ജാതകത്തിൽ ശനി അതിൻ്റെ ഏറ്റവും നീചക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. നീചം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളൊന്നും തന്നെ തരാൻ കഴിവില്ലാത്ത സ്ഥാനമാണ് നീചം എന്ന് പറയുന്നത്. അപ്പോൾ ശനി നീചത്തിൽ നിൽക്കുന്ന ഒരാളുടെ ഏഴശനിക്കാലം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വ്യാഴം, ധനം തരേണ്ട വ്യാഴം അനുകൂലമായ സ്ഥാനത്തെല്ലാം. ഏതായാലും ചോദിച്ചതിന് ഉത്തരം എനിക്ക് പറയാനുള്ളത് ഈ സെപ്റ്റംബർ 2017 വരെ ഇത് തുടരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഏഴശനി കാലത്ത് ഒരു ജോലി വിട്ടിട്ട് വേറൊരു ജോലിക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടാനൊക്കെ വളരെ താമസമാണ്. അത് തന്നെ ഞാൻ പറഞ്ഞത്. ഇത് ഈ പീരീഡ് കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗമുള്ള ജാതകമാണ്. അപ്പം ഈ സെപ്റ്റംബർ 2017 ശേഷം വരെ ഇത് കണ്ടിന്യൂ ചെയ്യുക, അതിനുശേഷം മാറാം. ഓക്കെ. അതിനകത്തേക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറയൂ. ഹലോ, പറഞ്ഞോളൂ. 1975 January 5. ജനുവരി 5 1976. 1976. സമയം ഈവനിങ് 5 o'clock in Trivandrum. എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ. കരിയർ, ഫാമിലി എല്ലാം, ഐശ്വര്യം എല്ലാം. അവിട്ടമാണോ? അതെ അതെ. ഇത് അവിട്ടം കുംഭക്കൂറാണ്. കുംഭക്കൂറുകാർക്കെല്ലാം കണ്ടകശനിയാണിപ്പം. ഇപ്പോൾ കണ്ടകശനി എന്ന് പറയുന്നത് തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അത് സെപ്റ്റംബർ 2017 വരെയുണ്ട്. മാത്രമല്ല ഈ ശനി നിൽക്കുന്നത് ധനസ്ഥാനത്താണ്. അപ്പോൾ അധിക ചിലവും അപ്രതീക്ഷിത ചിലവൊക്കെ ഉണ്ടാകുന്ന സമയം കൂടാണ്. ഭാവി ഏതായാലും വളരെ നല്ലത് തന്നെയാണ്. ഹംസയോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. അതിന് പഞ്ചമഹാപുരുഷ യോഗം എന്ന് പറയും. ആ കാലഘട്ടം 42 വയസ്സിന് ശേഷം ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാനം, സന്തോഷം ഇതെല്ലാം നാൾക്ക് നാൾ വർദ്ധിക്കുന്ന ഒരു ജാതകം കൂടാണ്. ദീർഘായുസാണ്. പൊതുവെ ഈ ശനിയുടെ കാലഘട്ടം കഴിഞ്ഞാൽ പൊതുവെ നല്ല സമയമാണ്. ആയുസോ? ഇതിപ്പം ഹംസയോഗത്തിൻ്റെ ഫലമാണ് ഞാൻ പറഞ്ഞ ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാനം, സന്തോഷം ഇത് നാൾക്ക് നാൾ വർദ്ധിക്കുമെന്ന് പറഞ്ഞാൽ അപ്പം അതെല്ലാത്തിനെയും ബാധിക്കുന്നില്ലേ? നഷ്ടപ്പെട്ട സ്ഥിതിക്ക് തീർച്ചയായും ട്രൈ ചെയ്യണം. ഞാൻ പറഞ്ഞ ഇപ്പം ജോലി ചെയ്യുന്ന ഒരാൾ അത് മാറിയിട്ട് വേറെ ജോലിക്ക് ശ്രമിക്കാൻ പാടില്ലെന്നേ പറഞ്ഞുള്ളൂ. ഇപ്പോൾ ജോലി ഇപ്പോൾ ഇല്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണം. ഈ 15 ജൂലൈ 2015 ശേഷം ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അതിന് മുന്നേ ട്രൈ ചെയ്താൽ കിട്ടും. പക്ഷേ അത് നമുക്ക് തൃപ്തികരമായ ഒരു ജോലിയൊന്നും ആയിരിക്കത്തില്ല, സാമ്പത്തികമായ മെച്ചപ്പെട്ട ജോലി ആയിരിക്കത്തില്ല. ഓക്കെ. ഷീജയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചത് വളരെയധികം നന്ദി. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറയും. നമസ്കാരം, പേര് പറയൂ. ശരി, പറഞ്ഞോളൂ. ശരി, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 1991
1991 ഫെബ്രുവരി 4 1991. സമയം സ്ഥലം വെളുപ്പിന് 4 മണിക്ക് എറണാകുളം. എന്താണ് അറിയേണ്ടത്? ഇതിനെ കുറിച്ചാണ് അറിയേണ്ടത്, ചോദിച്ചു. അവന് ഇതുവരെ പഠിത്തം കണ്ടിട്ട് ജോലിയൊന്നും ശരിയായിട്ടില്ല. വല്ല ജോലിക്ക് വല്ല ഇത് കിട്ടാൻ സാധ്യതയുണ്ടോന്ന് അറിയാനാ. അത്തം നക്ഷത്രമാണോ? അറിയാവോ? നക്ഷത്രം അറിയില്ല. അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രമാണോ? ഹലോ, അത്തം നക്ഷത്രം അത്തമാണ്, നോട്ട് ചെയ്തോളൂ. അത്തം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ജോലിയൊക്കെ കിട്ടാൻ പറ്റിയ സമയമാണ്. ഒന്ന് കഠിനമായി ശ്രമിച്ചാൽ മതി. കാരണം ഇതിനകത്ത് ഏഴശനി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇപ്പോൾ ശനിയുടെ ദോഷമൊന്നുമില്ല. വ്യാഴം ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ജോലി കിട്ടും. ക്യാരക്ടർ ആൻഡ് കർമ്മം രംഗവും കൂടെ. ഈ ആളിന് എന്താ കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ്, മാത്തമാറ്റിക്സ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ലതാണ്. ട്രേഡിങ് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതിയൊക്കെ ഉണ്ടാകുന്നതാണ്. കാരണം ജനിച്ച സമയത്ത് തന്നെ വ്യാഴം അതിൻ്റെ ഏറ്റവും 100% ബലത്തിൽ നിൽക്കുന്ന ജാതകമാണ്. എന്താ? ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അപ്പം അതൊക്കെ ഏറ്റവും അനുകൂലമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യത വളരെ കൂടുതലുള്ള സമയമാണ്. ഇല്ല, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ശ്രദ്ധിക്കലും മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിശദമായ പരിശോധനയ്ക്ക് ആർ ബാബു നരേന്ദ്രൻ നേരിട്ട് വിളിച്ചു കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമ്മൾ രത്നങ്ങളെക്കുറിച്ച് പറഞ്ഞു. നമ്മളിപ്പം പറഞ്ഞിരിക്കും റൂബി റെഡ് കോറലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. മറ്റു രത്നങ്ങളെക്കുറിച്ച് ഒന്ന് പറയാം. ഇപ്പം മരതകം ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതായത് BP ആയിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ, തലവേദന, മൈഗ്രെയിൻ വരികയല്ലേ, ഈ മൈഗ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ സ്ഥിരമായിട്ട് തലവേദന വരുന്നത്, അതുപോലെ പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. അത് ഒരു കാര്യം കാണത്തില്ല, പെട്ടെന്ന്. ഇതിനെല്ലാം മരതകം ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ കൂൾ റേസാണ് കിട്ടുന്നത്. പച്ച എന്ന് വെച്ചാൽ കൂൾ റേസാണ്. ആ കൂൾ റേസ് ധരിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു കുറവുണ്ടാകും. കുറെ കൂടെ ശാന്തത കൈവരും. എപ്പോഴും ഇങ്ങനെ എടുത്തുചാട്ടം എന്ന് പറയുന്നത് കാണത്തില്ല. അത് മരതകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ വ്യാഴത്തിൻ്റെ രത്നമാണ് യെല്ലോ സഫയർ. വൈദ്യനാഥൻ എന്നാണ് വ്യാഴത്തിനെ പറയുന്നത്. അപ്പം യെല്ലോ സഫയർ പൊതുവേ തന്നെ മറ്റ് രത്നങ്ങളുടെ കൂടെ ധരിക്കാവുന്ന ഒരു രത്നമാണ്. ഇപ്പം ചില രോഗങ്ങൾക്ക് റെഡ് കോറൽ സാധാരണ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്, കാരണം നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗങ്ങളിലും എത്തുന്നത് ബ്ലഡാണ്. അപ്പം റെഡ് കോറൽ ബ്ലഡുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് റെഡ് കോറലിനെ സപ്പോർട്ട് ചെയ്യുന്ന രത്നങ്ങൾ ഒത്തിരിയുണ്ട്. അതിലൊന്നാണ് യെല്ലോ സഫയർ. അപ്പോൾ സാധാരണ രത്നങ്ങൾ ഇപ്പം ജ്വല്ലറിയിലൊക്കെ പോയി സ്വർണ്ണം വാങ്ങിക്കുന്നതിന് പകരം രത്നങ്ങൾ വാങ്ങിച്ച് ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഒത്തിരി മുമ്പ് ഒരു കൺസൾട്ടേഷൻ എടുക്കുന്നത് നന്നായിരിക്കും. അതെ, കാരണം ഇത് അനുയോജ്യമാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഗുണങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ലോങ് ആയിട്ട് ധരിക്കാം. അതനുസരിച്ച് നമുക്ക് ഉയർച്ച ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും. എന്താ, നമുക്ക് തിരിച്ചു വരാം. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറയൂ. ഹലോ, പേര് പറയൂ. സ്മിത, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പറഞ്ഞോളൂ. 23 ഡിസംബർ 1977. സെപ്റ്റംബർ ആണോ? സമയം 5:15 രാവിലെ. ജനിച്ച സ്ഥലം തിരുവോണമാണോ? എന്താണ് അറിയേണ്ടത്? ഡീറ്റെയിൽ ആയി ചോദിച്ചോളൂ. എന്റെ ദാമ്പത്യ ജീവിതം ഇവിടെ തന്നെ നിൽക്കാൻ പറ്റുമോ? ധാരണയാണ്. സ്മിതയുടെയാണോ? ഇതിനകത്ത് ഇപ്പോൾ ഏതായാലും ശനിയുടെ ദോഷങ്ങളൊന്നുമില്ല. വ്യാഴം ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ്. ലഗ്നത്തിൻ്റെ അധിപൻ സൂര്യനാണ്.
നല്ലൊരു ഗ്രഹനിലയൊക്കെയാണ്. ലഗ്നത്തിൽ ശുക്രനും ബുധനും ഒക്കെ നിൽപ്പുണ്ട്. അതുപോലെ 7ാം ഭാവത്തിൻ്റെ അധിപൻ ശനിയാണ്. ഈ ശനി എപ്പോഴൊക്കെ ബാധിക്കുന്നു ആ സമയത്ത് നിങ്ങൾക്ക് പ്രശ്നങ്ങളാണ്, ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങൾ വരാവുന്ന സമയമാണ്. അല്ലാത്തപ്പോഴൊക്കെ ഏറ്റവും നല്ല സമയമായിരിക്കും. ഇവിടെ തന്നെ നിൽക്കാൻ ദീർഘകാലം ഇവിടെ നിൽക്കുന്ന ഇത് കാണുന്നില്ല. ഒരു അടുത്ത ശനിയോടുകൂടി, അതായത് നിങ്ങൾക്ക് 7 ശനി തുടങ്ങുകയാണ് സെപ്റ്റംബർ 2017 ആ സമയത്ത് ഇവിടെ നിന്ന് പോകേണ്ടി വരും. മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ? സ്മിതയ്ക്കൊരു വിശദമായ പരിശോധന ബാബു നരേന്ദ്രൻ നേരിട്ട് വിളിക്കുന്നത് ഉചിതവുമായിരിക്കും. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമ്മൾ ആൻറ്റി ഏജിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ രത്നങ്ങളെ വ്യാഴത്തിൻ്റെ LSFനെ പറ്റി പറഞ്ഞു. അത് നമുക്ക് പൊതുവേ അനവധി രോഗങ്ങൾക്ക് ധരിക്കാവുന്നതാണ്. കാരണം വ്യാഴം ത്തിനെ നമ്മൾ വിളിക്കുന്നത് തന്നെ ലോർഡ് ഓഫ് മെഡിസിൻ എന്നാണ്. മരുന്നുകളുടെ എല്ലാം ദേവനായിട്ട് കണക്കൂട്ടുന്നത് വ്യാഴത്തിനെയാണ്. അപ്പം അത് ധരിച്ചാലും വളരെയധികം വ്യത്യാസങ്ങൾ വരും. അത് കഴിഞ്ഞാൽ ദാമ്പത്യ പ്രശ്നങ്ങളിലുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് ഡയമണ്ട് അല്ലെങ്കിൽ വൈറ്റ് സഫയർ. അതുകൊണ്ടാണ് ഡയമണ്ട് കൂടുതലും. അതെ, പക്ഷേ എല്ലാവർക്കും അത് അനുകൂലമായിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം ഡയമണ്ട് അനുകൂലമല്ലാത്ത ഒരാളെ ധരിക്കുന്നതെങ്കിൽ ഇത് അനുകൂലത്തിന് വരും പ്രതികൂലമായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഈ രത്നധാരണത്തിൽ ഒരു പ്രത്യേകതയുള്ളത് ഡയമണ്ട്, റൂബി, ബ്ലൂ സഫയർ ഈ രത്നങ്ങൾക്ക് ഒരു പ്രത്യേകത, അത് അനുകൂലമല്ലെങ്കിൽ അത് എപ്പോഴും പ്രതികൂലമായിട്ട് വർക്ക് ചെയ്യും. മറ്റ് രത്നങ്ങൾക്ക് അനുകൂലം അല്ലെങ്കിൽ അത് പ്രതികൂലമായിട്ട് വർക്ക് ചെയ്യത്തില്ല, അനുകൂലമായിട്ടൊന്നും ചെയ്യത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 3 രത്നങ്ങൾ വളരെ സൂക്ഷിച്ച് ധരിക്കേണ്ടതാണ്. നല്ലൊരു കൺസൾട്ടൻറ്റിനെ കൊണ്ട് നല്ലപോലെ ഡീപ്പായിട്ട് അതിനെപ്പറ്റി അനലൈസ് ചെയ്ത് വേണം ധരിക്കാൻ. റൂബി, ഡയമണ്ട് ആൻഡ് ബ്ലൂ സഫയർ, ഈ 3 രത്നങ്ങൾ. എന്നാൽ നമുക്ക് തിരിച്ചു വരാം. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറയൂ. നമസ്കാരം, പേര് പറഞ്ഞോളൂ. ശ്രീദേവി, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ശരി, പറഞ്ഞോളൂ. 13/11/2015 ജനിച്ച സ്ഥലം പറയും. ഇപ്പൊ ജോലി ഇല്ലേ? ജോലിയൊന്നും ആയിട്ടില്ല. ചിത്തിര അല്ലേ? ഹലോ ഹലോ, ചിത്തിരയാണോ നക്ഷത്രം? ചിത്തിര നക്ഷത്രക്കാർക്ക് ഇപ്പം ശനിയുടെ ദോഷമൊന്നുമില്ല. ഇപ്പോൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാവുന്നൊരു സമയമാണ്. വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ശനി പോലും ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നത്. ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ജോലി കിട്ടാവുന്ന സമയമാണ്. അത് നല്ല ജോലിയൊക്കെ കിട്ടും. കാരണം അതിനകത്ത് നല്ല യോഗങ്ങളൊക്കെ ഉണ്ട്. മാളവീയ യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്, ശശമഹായോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഏറ്റവും നല്ല യോഗങ്ങളാണ്. ശശമഹായോഗം, മാളവീയ യോഗം പഞ്ചമഹാപുരുഷ യോഗത്തിൽപ്പെട്ട 2 യോഗങ്ങളാണ്. അപ്പം അതുകൂടാതെ നീചഭംഗ രാജയോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. ഇതെല്ലാം ഞാൻ ഈ പറയുമ്പം ഇത് സാധാരണമല്ല. കാരണം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ പരിപാടി കാണുന്നുണ്ടെങ്കിൽ അറിയാം, ഈ ഇതുപോലെ 2-3 യോഗങ്ങൾ ഒരാൾക്ക് തന്നെ വരിക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടാണ്. 1% ആൾക്കാർക്കൊക്കെ വരുള്ളൂ. പക്ഷേ ഇതിനകത്ത് ബുധന് ബലമില്ല. അതാണ് ഈ കാര്യം. നിങ്ങളുടെ ഈ ജാതകക്കാരൻ്റെ ബുധൻ നിൽക്കുന്നത് നീചത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ കൂടാണ്. അത് കൂടാതെ ശനിയുടെ കൂടെയും കൂടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ബുധനാണ് ഭാഗ്യത്തിൻ്റെ അധിപൻ. ഭാഗ്യസ്ഥാനത്ത് ഒരു നീചഗ്രഹം നിൽക്കുന്നുണ്ട്. അപ്പം ഈ ആൾ ഒരു 3 തൊട്ട് 4 വരെ കാരറ്റ് മരതകം ധരിക്കുന്നത് ഭാഗ്യവർദ്ധനയ്ക്ക് ഏറ്റവും നല്ലതാണ്. ജീവിതത്തിൽ ഏറ്റവും ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി ഭാഗ്യം ഉണ്ടായിരിക്കണം. ഇതിനകത്ത് വളരെ ഭാഗ്യം ഉണ്ടാകാൻ സാധ്യതയുള്ള ജാതകമാണ്. അപ്പം അതായത് ബർത്ത് സ്റ്റോണായിട്ടും
ലക്കി സ്റ്റോണായിട്ടും ധരിക്കേണ്ടത് മരതകം തന്നെയാണ്. ബർത്ത് സ്റ്റോണും മരതകം തന്നെയാണ്. 3 തൊട്ട് 4 വരെ ക്യാരറ്റ്. വലത്തെ കയ്യിലെ ചെറിയ വിരലിൽ ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. ഇടത്തെ കയ്യിലെ ചെറിയ വിരലേ. ദാമ്പത്യ ജീവിതം ഈ ശനി വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് പൊതുവെ നല്ല ദാമ്പത്യ ജീവിതം തന്നെ ആയിരിക്കും. എന്തായാലും ശ്രീദേവിക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ സാധാരണ നല്ല സമയമാണ്, പക്ഷെ എന്നിട്ട് ജോലിയൊന്നും ലഭിക്കുന്നില്ല. അപ്പം ഭാഗ്യക്കുറവാണ്. അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഹോറോസ്കോപ്പും ചിലപ്പം ശനിയോ കണ്ടോ ശനിയോ ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് ബാധിക്കുന്നുണ്ടാകും. എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും കൂടെ ജാതകം ഒന്നിച്ച് വേണം നോക്കാൻ. 2 ഒന്നായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുക. അപ്പോൾ ഒരാളുടെ മാത്രം വെച്ച് പറഞ്ഞു കഴിയുമ്പോൾ മറ്റേ ആൾക്ക് ഏറ്റവും മോശമായ സമയമാണെങ്കിൽ അത് ഈ പറയുന്നതിൽ 50% ശരിയാവുള്ളൂ. കാരണം ആ ഒരാളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ആഫ്റ്റർ മാരേജ് ആദ്യം ബാധിക്കുന്നത് ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ വൈഫിനെയാണ്. അതുകൊണ്ടാണ് 2 പേരുടെയും ജാതകം ഒന്നിച്ച് വെച്ച് നോക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു ബ്രേക്കിന് ശേഷം പറയാം. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു ഫാങ്ഷുയി സംബന്ധിച്ച ശാസ്ത്രീയമായ എല്ലാ അറിവുകൾക്കും സംശയങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർക്കും താഴെ കാണുന്ന നമ്പറിൽ തത്സമയം വിളിക്കാം. ലൈനിൽ കിട്ടാത്ത പ്രേക്ഷകർക്ക് SMS വഴി സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.